റീഡിങ് ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ? എന്നാൽ അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്ലവർ പീസ് കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഒരു കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ ഇതേപോലത്തെ ഒരു 3 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിനേക്ക് ഒന്ന് കവർ ചെയ്യുക. ഇപ്പം തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ബുക്കിന്റെ കവറിംഗ് ആണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ കട്ട് ചെയ്തിട്ടുള്ള ആ 3 പീസും ഇതേപോലത്തെ ഒരു റാപ്പിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ബുക്കിന്റെ കവറിംഗ് ആയിട്ട് കിട്ടും കേട്ടോ. ഞാനിതൊരു വിൻറ്റേജ് തീമിൽ പിടിക്കാനാണ് കരുതുന്നത്. അതുകൊണ്ട് ചെറിയ ചെറിയ പാറ്റേൺസ് ആ ഒരു സെന്റർ ഭാഗത്ത് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പേസ്റ്റൽ കളേഴ്സ് യൂസ് ചെയ്താൽ മതി. വിൻറ്റേജ് തീം ഇരുന്നോട്ടേ എന്ന് കരുതി ഞാൻ ആ റാപ്പിന്റെ കളറും പിന്നെ വരയ്ക്കുന്ന പാറ്റേൺസും ഒക്കെ ഈ ഒരു തീമിലാണ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഞാൻ റിപ്പീറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേപോലത്തെ വേറൊരു 3 ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഞാൻ ഇതും ഉണ്ടാക്കിയിട്ടുള്ളത്. ടോട്ടൽ 4 ഉണ്ടാക്കിയിട്ടുള്ളത്. 4 ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഡെമോ കാണിക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്ലവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. റീഡിംഗ് കോർണർക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഐഡിയ ആണ്. സോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.